ഹലോ ഡിയേഴ്സ്, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാകുന്നു മോഡൽസ് ഓർ തിയറീസ് ഓൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫേം. നമുക്കറിയാം ഏതൊരു ബിസിനസ് ഫേമിനും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് അല്ലെങ്കിൽ മോഡൽസുകളാകുന്നു പറയാൻ പോകുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിലൊക്കെ ട്രഡീഷണലിലേക്ക് എന്തായിരുന്നു, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളതായിരുന്നു ഫേമിൻ്റെ ഒരു സിംഗിൾ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോഡേൺ ബിസിനസ് ആയപ്പോഴേക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ എല്ലാ ബിസിനസ് ഫേംസിനും മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഗോൾസുകളും ഒബ്ജക്റ്റീവ്സുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഈ ഒരു മോഡേൺ ബിസിനസ് പ്രകാരം ഇത്തരം ബിസിനസ് ഫേംസുകൾ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മിനിമൈസ് കോസ്റ്റ്, അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഗോൾസുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മോഡൽസ് പറയുന്നുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 മോഡൽസ് ആകുന്നു നമ്മൾ ഈ ഒരു ബുക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മോഡൽസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൽ വരുന്ന ഫസ്റ്റ് മോഡലാകുന്നു വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ. ഇമ്പോർട്ടൻ്റ് മോഡൽസ് ആർ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ, അതുപോലെ ബാമോൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ആൻഡ് വില്യംസൺസ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. ഇങ്ങനെ 3 മോഡൽസുകളാകുന്നു പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ, സെക്കൻഡ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ, ബാമോൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ, തേർഡ് വില്യംസൺസ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് മോഡൽസ് തിയറീസ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോർമർലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് വാസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ എന്തായിരുന്നു, ഏതൊരു ബിസിനസ് ഫേംസിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാകുന്നു. ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. പക്ഷേ നൗ എ ഡേയ്സ് ഇപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ ഓഫ് ദ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവ്സ് ആകുന്നു ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റും നേടും, അതിനൊപ്പം തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനോട് കൂടെ തന്നെ ആ ഒരു ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാകുന്നു ഈ മോഡേൺ ബിസിനസ് ഫേംസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ പറയുന്നത്. ഒരു ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാകുന്നു ഇതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൻസ് ഇൻ മോഡേൺ മാനേജീരിയൽ എക്കണോമിക്സ് ദ ബിസിനസ് ഡിസിഷൻസ് ആർ ഗൈഡഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് വാല്യൂ ഓഫ് ദ ഫേം. അതായത് ഈ ഒരു മോഡേൺ മാനേജീരിയൽ എക്കണോമിക്സിലൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് ഡിസിഷൻസ് ആർ ഗൈഡഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് വാല്യൂ ഓഫ് ദ ഫേം. അതായത് അവരുടെ ബിസിനസ് തീരുമാനങ്ങൾ പറയുന്നത്, അവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അവർ പറയുന്നത് അവരുടെ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാകുന്നു അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ എ കോർപ്പറേറ്റ് ഫോം ഓഫ് ബിസിനസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ ഫേം. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫേമിൻ്റെ ഓണേഴ്സ് ആകുന്നു. നമുക്കറിയാം ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ആ ഒരു ഷെയർ ഹോൾഡേഴ്സ് അവരാകുന്നു കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം റെപ്രസെൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പോൾ ആ ഒരു ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താകുന്നു, ആ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ആകുന്നു എന്ത് പറയുന്നത്, ആ ഒരു ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ദ വാല്യൂ മാക്സിമൈസേഷൻ ഓഫ് എ ഫേം ഇംപ്ലൈസ് മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പോൾ ഇവിടെ വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാകുന്നു ഇതിൽ പറയുന്നത്. അപ്പം വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് മാക്സിമൈസേഷൻ ഓഫ് അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ആ ഒരു ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ആ ഫേമിൻ്റെ ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ ഇനി നമുക്ക് എന്താണ് വാല്യൂ എന്ന് നോക്കാം. മീനിങ് ഓഫ് വാല്യൂ. ദ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ അസ്യൂംസ് ദാറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം ഈസ് ടു മാക്സിമൈസ് വാല്യൂ ഓഫ് ദ ഫേം. അതായത് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ പറയുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്, ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് മാക്സിമൈസ് വാല്യൂ ഓഫ് ദ ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാകുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് മാക്സിമൈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേംസ് ഷെയർ. ആ ഒരു ഫേമിൻ്റെ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ
വാല്യൂ എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാകുന്നു അതിൽ പറയുന്നത്. ആ ഒരു ഫേമിൻ്റെ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വാല്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ ഫേം. അതായത് ഇവിടെ വാല്യൂവിന് ഡിഫിനേഷൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മീനിങ് പറഞ്ഞിട്ടുള്ളത്, വാല്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രസൻറ്റ് വാല്യൂ, അതായത് ഇപ്പോഴത്തെ വാല്യൂ ഓഫ് ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അതായത് നമുക്ക് ഭാവിയിൽ കിട്ടാവുന്ന ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പം ക്യാഷ് വരുന്നത്, ആ ഒരു ഭാവിയിൽ ഉണ്ടാവുന്ന ഫേമിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ എക്സ്പെക്റ്റഡ് പ്രസൻറ്റ് വാല്യൂ ആകുന്നത് പറയുന്നത് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അത്തരം ആ ഒരു ഫേമിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതായത് ഇപ്പോഴത്തെ വാല്യൂ എത്ര ഉണ്ടാവും എന്നുള്ളതാകുന്നു ഇവിടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇൻ ഷോർട്ട്, വാല്യൂ മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. നമുക്ക് ഫേമിലോട്ട് വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്രോഫിറ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആകുന്നു എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ആകുന്നു വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ഇത് പഠിച്ചു വെക്കുക, മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആകുന്നു വാല്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇതാകുന്നു ഒന്നാമത്തെ ഒരു മോഡൽസ് പറയുന്നത്, തിയറീസ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വാല്യൂ മാക്സിമൈസേഷൻ മോഡലിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വെക്കുക.